ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെതിരായി SFI പ്രവർത്തകർ നടത്തിയ പ്രതീകാത്മക ശവസംസ്കാര സമരത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. സർവകലാശാലയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന വനിതാ VC-ക്കെതിരെ നടത്തിയ ഈ സമരാഭാസം വ്യക്തി എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും കടുത്ത മനോവേദനയും മാനസിക ആഘാതവുമാണ് സൃഷ്ടിച്ചതെന്ന് കാലടി സർവകലാശാല അധികൃതർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെതിരെ മന്ത്രി PC വിഷ്ണുനാഥും രംഗത്ത് വന്നു. അതിനിഷ്ഠൂരവും പൈശാചികവുമായാണ് ഈ സമരമുറയെന്നും കുട്ടി സഖാക്കന്മാർ ചെയ്ത തെറ്റിന്റെ ആഴം അവരുടെ വലിയ സഖാക്കന്മാർ ചൂണ്ടിക്കാട്ടണമെന്നും മന്ത്രി പറഞ്ഞു. വൈസ് ചാൻസലർ എന്നത് വലിയ പദവിയാണ്. അവിടെ ഇരിക്കുന്നവർക്ക് വീഴ്ചകൾ സംഭവിക്കാം. അതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും അവസരമുണ്ട്. എന്നാൽ ഇത് കുറെ കടന്നുപോയെന്നാണ് മന്ത്രി വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടിയത്. രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി വിഷ്ണുനാഥ് SFIക്കെതിരെ വിമർശനം അഴിച്ചുവിട്ടത്. നേരത്തെ സിൻഡിക്കേറ്റ് യോഗം തുടരുന്നതിനിടെയാണ് SFI പ്രവർത്തകർ സർവകലാശാലയിലെത്തി VC-യുടെ കോലമൊരുക്കി അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. ക്രൈസ്തവാചാരങ്ങൾ അനുകരിച്ചായിരുന്നു പ്രതീകാത്മക ശവസംസ്കാരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI ഏറെക്കാലമായി സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരം നടത്തിവരികയാണ്. ഇതിനിടെയാണ് സിൻഡിക്കേറ്റ് യോഗം നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധം പിന്നീട് VC-യെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിലേക്കും നീങ്ങി. സംഭവത്തിന് പിന്നാലെ രാത്രി 8 മണിയോടെയാണ് പോലീസ് സഹായത്തോടെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും ക്യാമ്പസിൽ നിന്നും പുറത്തേക്ക് പോയത്. 2026 മാർച്ച് 5-ന് ഡിഗ്രി തോറ്റ SFI നേതാവിന് PGക്ക് പ്രവേശനം നൽകിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് മുൻ VC-യെ പുറത്താക്കിയത്. അതേസമയം SFI ഇത്തരം കാടത്തം നടത്തുന്നത് ഇതാദ്യമല്ല. 2016-ൽ പാലക്കാട് വിക്ടോറിയ കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പൽ സരസു ടീച്ചർക്കെതിരെ SFI പ്രവർത്തകർ ശവമഞ്ചവും ശവക്കല്ലറയും ഒരുക്കി പ്രതിഷേധിച്ചത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ കാലടി സർവകലാശാലയിലെ വൈസ് ചാൻസലർക്കെതിരെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. PC വിഷ്ണുനാഥിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്നലെ ചില വിഷ്വൽസ് കണ്ടു. ഇവിടെ കാലടി സർവകലാശാലയിൽ വൈസ് ചാൻസലറെ പ്രതീകാത്മകമായി അവരുടെ ശവസംസ്കാരം നടത്തിയിരിക്കുന്നു. നമ്മളൊരു പ്രബുദ്ധ സമൂഹമാണ്. സമരം ചെയ്യാൻ എത്രയോ മാർഗങ്ങൾ നമുക്കുണ്ട്. ആരാണ് സമരം ചെയ്യുന്നതിന് എതിരെ നിൽക്കുന്നത്? ഞങ്ങളെല്ലാം സമരത്തിൽ കൂടി വന്ന ആൾക്കാരാണ്. സമരം എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാളെ ശവശരീരം പോലെ കിടത്തി തലമുറയിട്ട് കരഞ്ഞ് കർമ്മങ്ങൾ നടത്തി ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം അപരിഷ്കൃതമാണ്. കേരളത്തിന്റെ സാംസ്കാരിക സമൂഹത്തിന് നാണക്കേടാണ്, അപമാനമാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി CPM-ന്റെ വിവേകമുള്ള നേതാക്കന്മാർ ഈ പ്രവൃത്തിയെ തള്ളിപ്പറയണം. അതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നമുക്ക് വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് VC-യോട് വിയോജിക്കാം, മുഖ്യമന്ത്രിയോട് വിയോജിക്കാം, അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവർക്ക് പ്രതിപക്ഷ നേതാവിനോട് വിയോജിക്കാം. അതിനൊക്കെയുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഒരു ജീവനുള്ള വൈസ് ചാൻസലറെ ശവമായിട്ട് കിടത്തി പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തുക എന്നൊക്കെ പറഞ്ഞത് അങ്ങേയറ്റം അപരിഷ്കൃതമാണ്, ഹീനമാണ്, നിന്ദ്യമാണ്. സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായി വിദ്യാർത്ഥികൾക്കാണ് സർവകലാശാലയിൽ സമരത്തിലാണ് അവർ ഈ വിഷയം പല വിഷയങ്ങളും നമ്മൾ തിരിഞ്ഞു നോക്കാൻ VC അങ്ങോട്ടേക്ക് വന്നിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു മാസം ശേഷമാണ് ഇപ്പോൾ VC അവിടെ എത്തുന്നത്. ഈ VC-ക്ക് അധിക ചുമതല നടത്തിയത് മൂലം ഒരു ഗുരുതര പ്രതിസന്ധി കാലടി സർവകലാശാലയുണ്ട്. അത് പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് അവരുടെ ആരോപണം. അത് പൊറുതിമുട്ടി സമരം ചെയ്തു എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഞാൻ KSU പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. 1 മാസവും 2 മാസവും 6 മാസവും ഒക്കെ സമരം ചെയ്തിട്ടും ഗവൺമെന്റുകൾ തിരിഞ്ഞു നോക്കാത്ത എത്രയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്കൾ പറഞ്ഞുകൊണ്ടാണ് യോജിക്കുന്നത്. ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആശാ പ്രവർത്തകർ സമരം ചെയ്തപ്പോൾ അവര് തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, അവർ പാട്ടവർഗികളാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുക കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. പാട്ടവർഗികളുടെ സമരമാണെന്നല്ലേ ഉന്നതരായ ആൾക്കാർ പറഞ്ഞു. സമരം ചെയ്യുന്നവരെ കേൾക്കണം എന്ന അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കിയത് അവിടുത്തെ ജനറൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംഘടനാ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർക്കാമെന്ന് VC പറഞ്ഞപ്പോൾ പറ്റില്ല. അങ്ങനെ എല്ലാവരെയും ചേർത്തുള്ള ഒരു മീറ്റിംഗിൽ നമ്മൾ തയ്യാറല്ല എന്ന് സമരം ചെയ്യുന്നവർ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതിന്റെ പേരിലാണ് ചർച്ച നീണ്ടുപോയെന്നാണ്. ഇനി ഇത് ചെയ്തെങ്കിൽ പോലും സമരം ചെയ്യുന്നവരുടെ ആവശ്യത്തെ ഈ രൂപത്തിലുള്ള സമരമാണ്. അവിടെ വേറെ സമരം നടന്നിട്ടുണ്ടാവുമല്ലോ. കേൾക്കും, ഈ ഗവൺമെന്റ് കേൾക്കും, ഗവൺമെന്റിന്റെ സംവിധാനം കേൾക്കും. പക്ഷെ അതിന് ഇതല്ല
മാറി. ഈ SFI നൽകിയ വിശദീകരണം അങ്ങനെ ശവസംസ്കാരം നടത്തിയെന്നുള്ള പ്രചാരണം തെറ്റാണ്. തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തിക്കാത്ത 3 സ്പോട്ട് ലൈറ്റുകൾക്ക് റീച്ച് വെച്ച ദൃശ്യങ്ങളാണ് കാണുന്നതാണ് അവർ പുതിയതായിട്ട് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തില് ഫോട്ടോ എന്ന് വന്നു അവര് മാത്രമാണ് തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് വൈകുന്നേരമായി അവിടെ വെട്ടമില്ല, ലൈറ്റില്ല, അപ്പോൾ അതിന്റെ ബാക്കി എടുത്തുകൊണ്ടുവന്ന് അതിന്റെ മുകളിലാണ് റിപ്പോർട്ട് എന്നാണ് അവർ പറയുന്നത്. അല്ല, അവർക്ക് അത്രയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അവർ തള്ളി പറയുന്നുണ്ട്, തള്ളി പറയട്ടെ.